കൂടുതൽ വ്യക്തിപരമായിട്ടായിരുന്നു പ്രബോധനം. Message and exhortation is entirely different. When I start over here and preaching the word of God, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 10% ഒരാൾക്കെങ്കിലും അത് പ്രയോജനം ചെയ്യാറുള്ളൂ. ഒരാഴ്ചയിലെ ദൂതകൾ ഓരോ ദൈവദാസന്മാരൊന്ന് പറയുന്ന മെസ്സേജുകൾ ഒരു ചർച്ചയിൽ മുഴുവൻ പ്രയോജനം ചെയ്യുന്ന പ്രബോധനം എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ആണ് കൊടുക്കുന്നത്. ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, മക്കള് കൊച്ചുമക്കളോട്, സഭയുള്ള വിശ്വാസികളോട് മുഖത്ത് നോക്കി പറയുന്നതാണ്. നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? കാണുന്നുടനെ അതല്ല പ്രബോധനം. പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കർത്താവിനെ കുറിച്ച് പറയുന്നത് പ്രബോധനം, അന്യോന്യം പ്രബോധിപ്പിക്കണം. അപ്പൊ അവർ വൈകോ എന്റെ എന്ത് മാനസികമായി ഭാരപ്പെട്ടിരുന്നതാണ്. കർത്താവിന്റെ ദാസി സഹോദരൻ സഹോദരി വന്ന് പറഞ്ഞപ്പം എന്റെ മനസ്സിലൊരു ആശ്വാസം. അതാണ് പ്രബോധനം, ആശ്വാസം, തണുപ്പെന്ന് പറയുന്നത്. അല്ലെങ്കിലോ എന്റെ കാര്യം പറയാൻ സമയം കിട്ടില്ല, അതിന് വേറെ കാര്യം പറയാം, ബാക്കി വീട്ടിൽ വിളിക്കാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എത്താതെ അന്യോന്യം പ്രബോധിപ്പിക്കുക. അതെങ്ങനെ ചെയ്യണം? ഓൺ എ ഡെയിലി ബേസിസ്, നാൾതോറും നാം പ്രബോധിപ്പിക്കണം. രണ്ടാമത് പുറപ്പാട് 16:4 നീ ഡെയിലി ചെയ്യുന്ന അടുത്ത കാര്യങ്ങൾ. പുറപ്പാട് 16 വാക്യം. പുറപ്പാട് പുസ്തകം ഇല്ലയോ? 16 പുറപ്പാട്. അതന്നെ ഓരോ ദിവസത്തേക്കും വേണ്ടത് അന്നന്ന് പറക്കിക്കൊള്ളണം. ഞാൻ പല ഡെയിലി ബേസിസ് ചെയ്ത കാര്യങ്ങളാണ്. മന്ന സ്വർഗത്തിന് കൊടുത്തത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വിളയുന്ന വിഷയങ്ങളും ആകാശത്തിലെ വിളവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭൂമിയിലെ എല്ലാ വിളവുകൾക്കും ഒരു വർഷത്തെ ആയുസാണ് മാക്സിമം. ഭൂമിയിലെ എല്ലാ വിളവുകൾക്കും കഴിഞ്ഞ വർഷം നല്ലപോലെ കായ്ച്ച തെങ്ങ ഈ വർഷം എന്തോ കാരണം അതിന്റെ പേരെവിടാ? ഭൂമിയിലാണ്. ഭൂമിയിലെ എല്ലാ വിളവും മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച്, മഴയുടെ വർധനവ് കുറവനുസരിച്ച്, കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവം ഈ വർഷം മനഃപൂർവ്വം ഈ വർഷം ഈ തെങ്ങ് ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ തെങ്ങ് തിരിച്ചും പറയും ഞാൻ ഒന്നും തരുന്നില്ല. എന്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടില്ല മൂന്ന് കാര്യങ്ങൾ. നീ എന്നെ വിളിച്ചിട്ട് ഞാൻ വരാത്തതുകൊണ്ട് ഞാനൊന്നും നീ വിളിച്ചാൽ വരത്തില്ല, നീ അത് ചെയ്യാത്തതുകൊണ്ട് ഞാനും ചെയ്തില്ല. ഇത് ഭൂമിയുടെ പ്രശ്നമാണ്. സ്വർഗം അങ്ങനെയല്ല. മേലോട്ടൊന്നും ചെന്നില്ലെങ്കിലും താഴോട്ടല്ല തരുന്ന ദൈവം നമ്മുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് മേലോട്ടൊന്നും കൊടുക്കാതിരുന്ന കുറെ കഴിയുമ്പം മേളം നടക്കുകയും ചെയ്യും. 40 വർഷം എനിക്ക് ആ തലമുറയോട് എന്തായിരുന്നു? ഇവിടെ ഒരു ആഴ്ച നീരസമാണെങ്കിൽ 3 മാസത്തേക്ക് പിടിക്കാൻ 40 വർഷം. God 40 years from the very beginning they stepped out of Egypt till the very moment they stepped into the land of Canaan. അവർ ഇറങ്ങി അന്ന് തൊട്ട് അകത്ത് കയറുന്ന വരെ സ്വർഗത്തിന് പ്രസാദമുള്ള ഒന്നും അറിയത്തില്ല. അതെയോ നമ്മളാണെങ്കിൽ എത്ര പ്രാവശ്യം കാണാൻ പോയിട്ടുള്ള സമയം കഴിയും. നമ്മളാണെങ്കിൽ എത്ര പ്രാവശ്യം നേരം നിനക്കില്ല ജോലിക്ക് പിരിച്ചുകൊണ്ട സമയം 10 വർഷമായി. പക്ഷേ ആ 40 വർഷവും ഒറ്റ ദിവസവും മന്നായും മുടക്കിയില്ല, ആഹാരം മുടക്കിയില്ല, മൂക്കുമുട്ട കാടപ്പക്ഷി കൊടുത്തു, വെള്ളവും കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ് അറിയാം. ദൈവം തന്ന നന്മയെ കണ്ടുകൊണ്ട് ദൈവവും ഞാനും തമ്മിൽ നല്ല ചേർച്ചിലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. എനിക്ക് വഴിയൊന്നും മുടങ്ങിയില്ല, നന്മയൊന്നും കുറഞ്ഞില്ല, ജോലിക്കും കുഴപ്പമൊന്നുമില്ല, ജോലി നഷ്ടപ്പെട്ടില്ല, ആക്സിഡന്റ് ഉണ്ടായില്ല, കഴിഞ്ഞ ആഴ്ച ത്രൂഔട്ട് വീക്ക് എനിക്കൊരു കുഴപ്പം പറ്റിയില്ല എന്നതിന്റെ പേരിൽ ദൈവവും ഞാനും തമ്മിൽ ബന്ധം ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. കൃപയ്ക്കകത്തല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ നന്മ കണ്ട് ദൈവത്തെ സ്തുതിക്കാതെ കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നാൾത്തോറും പറക്കിയെടുക്കേണ്ട മന്ന ഒരാഴ്ചത്തേക്ക് കൂട്ടിവെച്ചതെല്ലാം ക്രമിച്ചു പോകും. ഒരു വർഷത്തേക്ക് എനിക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്, ഡിപ്പോസിറ്റ് ഉണ്ടാവും, ഇതുണ്ടെന്നൊക്കെ പറയുന്ന അതെല്ലാം വെറും പോഷകമാണ്. ഇന്ന് പറക്കേണ്ടത് ഇന്ന് രാവിലെ പറക്കിയെടുക്കണം. മന്ന രാവിലെ പറക്കേണ്ടത് അതാത് ദിവസത്തേക്കുള്ളത് ഇന്ന് രാവിലെ ശേഖരിച്ചു വെക്കണം. യേശു എന്ന് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പ്രസംഗിച്ച് അതെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം, സ്ത്രീ ആഹാരം എന്ന് പറയുന്നത് ആ ഭക്ഷണം മാത്രമല്ല, എന്നും ജീവിക്കുവാനുള്ളത് രാവിലെ തോറും പുതിയതാകാം. വിലാപകട പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23-22 വാക്യം പറയുന്നുണ്ട്. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയാകുന്നു. അത് പുതിയതാണ്. രാവിലെ തോറും ദൈവത്തിന്റെ ദയ പുതിയതാണെങ്കിൽ നാളെ രാവിലെ പറക്കാനിരിക്കരുത്. രാവിലെ പറക്കേണ്ടത് എപ്പോ പറക്കിക്കണം? രാവിലെ പറക്കിക്കണം. ഞാൻ പറഞ്ഞത് ഒരു വാക്കിൽ എന്തെങ്കിലും ഒരു പ്രഭാതം ജോലി ചെയ്ത് രാത്രി ജോലി ചെയ്താൽ രാവിലെ എന്നൊരു സമയമുണ്ടല്ലോ, അന്നേരം കർത്താവ് പുതു ദിവസങ്ങളുടെ സ്തോത്രം പറഞ്ഞിട്ട് കിടക്കാവും. വൈകുന്നേരം കിടക്കാൻ പോകുന്നതിനോ ഇന്ന് പകൽ
മുഴുവൻ പഴയ വീടുകളൊക്കെ ഇന്നും ആരും പാടും പാടാൻ അമ്മച്ചിമാരൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. ചിലരെ ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ തന്നെ സൂക്ഷിച്ചതിനാൽ നന്ദിയോടെ തിരുനാമത്തിന് കൂടെ പാർക്കാൻ നേരം ആരൊക്കെ പാടാറുണ്ട്? ആരും പാടാനോ? എവിടെ പാർക്കാനല്ലേ, എവിടെ സമയമല്ലേ? കൂടെ പാർക്കാൻ നേരം വൈകുന്നില്ല കല്ലിയ കൂട്ടിനവൻ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്ന പാട്ടല്ല. ആയിസാം ചെറുദിനം കൊടുക്കുന്നു എന്നുള്ള പാട്ടുകളൊക്കെ എത്ര സന്തോഷമുള്ള പാട്ടുകളായിരുന്നു. ഇന്ന് നമുക്ക് ഇതിനൊന്നും സമയമില്ല. നമ്മുടെ കുഴപ്പമല്ല, ദൈവത്തിന് കുഴപ്പം നമ്മുടെ മൈൻഡ്. കാരണം ദൈവം നമുക്ക് സാഹചര്യങ്ങളെ മാറ്റിയപ്പോൾ ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് സമയമില്ലാതെ വന്നു. പക്ഷെ ഇതിനൊക്കെ സമയം ഉണ്ടാക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഓർത്ത് രാവിലെ ദൈവത്തെ ഭയപ്പെട്ടു സ്തോത്രം. ഇനി ഇത് ഡെയിലി ബേസിസ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നാം ന്യായപ്രമാണങ്ങളെ ദിവസവും വായിക്കണം. നെഹമ്യാവിന്റെ പുസ്തകം 8-12 വാക്യം. ആ മതിലിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് സുഖമാണെന്ന്. പക്ഷെ അന്ന് തുടങ്ങി പ്രമാണങ്ങൾ ആചരിക്കണം. ഒരു തകർച്ചയും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന്, ഒരു പ്രാവശ്യം കൂടെ യെരൂശലേമിന്റെ വാതിലുകൾ വെന്തു പോകാതിരിക്കേണ്ടതിന്, ഒരു പ്രാവശ്യം കൂടെ പതി ഇടിയാതിരിക്കേണ്ടതിന് നമുക്ക് ചിട്ടയാക്കി ജീവിക്കാം. ഇന്നലകളിലെ പരാജയം ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ഇന്നലകളുടെ തകർച്ച വീണ്ടും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ചെയ്യണം, ചിട്ടയായി ചെയ്യണം. വായിക്കണം. നെഹമ്യാവ് 8:18. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ദിവസേന അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം, they were meditating, reading the law of the Lord on a daily basis. ദിവസേന ദൈവത്തിന്റെ ന്യായപ്രമാണം അവർ വായിക്കുമായിരുന്നു. നോക്കണം, ദൈവം എങ്ങനെ വായിക്കുന്നത്? ദിവസേന വായിക്കണം. വായിച്ചു കൂട്ടുകയല്ല ചെയ്യേണ്ടത്, വായിച്ചു പഠിക്കണം. അത് ഞാൻ പറഞ്ഞു 4-ാം അധ്യായത്തിന്റെ 12 വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് 17 ആഴ്ചയാണ് പരിശുദ്ധാത്മ ക്ലാസ് വന്നിരിക്കുന്നത്. നമ്മൾ അതാ പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനത്തെ കുറിച്ച് ഓൾമോസ്റ്റ് 4 മാസം അതാണ് നാം പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നാം പറഞ്ഞു വരുന്നില്ല, ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ന്യായപ്രമാണം ദിവസം വായിക്കണം. ഏതെങ്കിലും ദിവസം മിസ്സാകണം. ഇന്നലെ മിസ്സായി കൂടെ ചേർത്ത് ചെയ്യും. ഒരു ദിവസം മിസ്സായ 2 ദിവസം ചേർത്ത് കഴിയുന്നോ ഗുണമല്ലോ, ഒരു ഗുണമില്ല. പിന്നെ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ചിലപ്പം ഇന്നലത്തേക്കുള്ള ദൂത് ഇന്ന് വായിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഒരു വാക്ക് വായിച്ചുണ്ടെങ്കിലും വേറൊക്കെ ചില വീടുകളൊക്കെ വേറൊക്കെ തുറന്നു വെച്ചിങ്ങനെ കാണാം. വരുന്നവർക്കൊക്കെ വീട്ടിലേക്കോ എവിടെയെങ്കിലും തുറന്നു വെച്ചിരുന്നാലും ഒന്ന് കയറി പോകുമ്പോൾ നോക്കാനല്ല. എന്തിനാ ഹോസ്പിറ്റലുകളിലൊക്കെ പഴയ കാലത്ത് ഒരു തുറന്നു വെച്ച് പിന്നെ ന്യായപ്രമാണം ഇറ്റ് ഈസ് അവൈലബിൾ, അക്സസബിൾ. അതുകൊണ്ടാണ് തുറന്നു വെച്ചിരിക്കുന്നത്. വിദ്യയിലൊക്കെ പഴയ വീട്ടിലൊക്കെ പരദേശിയായി നിന്റെ ചട്ടങ്ങൾ എന്നെ തീർക്കണമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം അല്ലെങ്കിൽ ഞാനും എന്റെ കുടുംബം ഞങ്ങളെ ഹോവയെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ വചനം നമ്മൾ കേൾക്കുന്നു, കാണുന്നു എന്നൊരു സന്തോഷം. അതിനൊന്നും എവിടെ സ്ഥലമില്ല. നമ്മുടെ ഭവനങ്ങളിൽ നമുക്കും സമയമില്ല. അതെ, അപ്പൊ ന്യായപ്രമാണം ദിവസവും വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ. വായിക്കണം. ഈ മാസം അത് നിന്ന് തൊട്ട് ഞാൻ ഒരു അധ്യായം മുടങ്ങാൻ ചെയ്യും. വായിച്ചാൽ മാത്രം വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 17:11. Chapter 17 verse 11. Our Thessalonians, they were more noble than the people of Thessalonica. ആരെയും അവർ പറയുന്നത് അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. They were more honorable or noble than the people. ആരാ? ബെറിയൻ, ബെരോവയിലുള്ള വിശ്വാസികൾ ഇവരെക്കാൾ ആരായിരുന്നു? ഉത്തമന്മാരായിരുന്നു. അപ്പൊ എന്ത് കാര്യത്തിലായിരുന്നു അവർ ബെറ്റർ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ബെരോവയിലുള്ള വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പൗലോസിനെ ശീലാസിനെയൊക്കെ കൊണ്ട് അയക്കുന്ന ഈ ബെരോവയിലുള്ള വിശ്വാസികൾ മറ്റുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവരെങ്ങനെയായിരുന്നു ഉത്തമന്മാർ? ആ പരാഗ്നി വായിക്കുന്നത് അവർ വചനം പൂർണ്ണ അല്ല, നമ്മുടെ മലയാളത്തിൽ കൈക്കൊണ്ടതല്ല, നോട്ടമല്ലി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ വചനം പൂർണ്ണമായി അല്ല, ഹൃദയത്തോടെ കൈക്കൊള്ളുക മാത്രം ചെയ്യാതെ on a daily basis they were examining, they would search the scripture on a daily basis. ആ വചനം അങ്ങനെ തന്നെയാണോ? പാസ്പോർട്ട് കത്തിച്ചിട്ട് പോയല്ലോ, വീട്ടിൽ ചെന്നിട്ട് അല്ലേ ഒന്ന് പരിശോധിക്കും അതിനൊക്കെ ശരി വായിച്ചത് ശരിയാണോ എന്ന് പലപ്പോഴും നമ്മൾ പരിശോധിക്കും. ഇവിടെ പറയുന്നു വചനം വായിക്കുക മാത്രമല്ല, അവരുടെ ഡെയിലി ബേസിസ് വചനം അങ്ങനെ തന്നെയോ എന്ന് എല്ലാ പ്രസംഗങ്ങളും എല്ലാം കേൾക്കുന്നതും ആരെങ്കിലും പറഞ്ഞു വിടുന്നത് എല്ലാം തിരുവചനമാണെന്ന് വിശ്വസിക്കാതെ അത് വചനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ പരിശോധിക്കുമായിരുന്നു. അതെങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്?
ഡെയിലി ദിവസം പോലെ ചെയ്യണം. എന്ത് കേട്ടാലും ദൈവവചനവുമായി